എൻ്റെ വീടിനടുത്തുനിന്ന് കടൽത്തീരം വരെ ഏകദേശം ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. റോഡിൻ്റെ ഇരുവശമായിട്ട് 17 ഡോക്ടർമാരുണ്ട്. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ഇത്രയും ഡോക്ടർമാരുള്ള ഒരു തെരുവ് കേരളത്തിലുണ്ടാകത്തില്ല. എൻ്റെ ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തു വന്ന ഡോക്ടേഴ്സ് 17 ഡോക്ടർമാർ, അതിൽ 13 MBBSകാരും 3 ആയുർവേദക്കാരും ഒരു ഹോമിയോ ഡോക്ടറും. MBBS ഇട്ടിട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടം ആ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി, അപ്പോൾ തീർന്നോളൂ. മറ്റു സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് ഒരുവിധം നല്ല മാർക്കും മേടിച്ചിട്ട് വിജയിച്ച് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, തൊട്ടാൽ മതി. അവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് റാങ്കോ അല്ലെങ്കിൽ ആദ്യത്തെ 100-നുള്ള റാങ്കോ 500-നുള്ള റാങ്കോ ഒക്കെ അവർക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം അവരുടെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലോ വാർത്ത വരാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ അങ്ങനെയല്ല കുട്ടികൾ എടുക്കുന്ന. 2023 28 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 2025 ഇതുവരെ 14 കുട്ടികൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന അത്രയും പ്രഷറുള്ള ഒരു പഠനമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളും ചെന്ന് കയറും. ഇന്ത്യയിൽ ഒരു സ്ഥാപനത്തിൽ 1 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട്. അപ്പോൾ അത്രയും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഈ മീഡിയം ലെവൽ കുട്ടികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വാസ്തവത്തിൽ ഒന്ന് ഫൈറ്റ് ചെയ്ത് ഈ പ്രഷർ അനുഭവിച്ചതിന് ശേഷം ചിലപ്പോൾ ഉപേക്ഷിക്കും, ചിലപ്പോൾ വീണ്ടും പൊരുതിയതിന് ശേഷം എവിടെയെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് വിട്ടിട്ട് പോകും. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു 200 സ്റ്റുഡൻസിൽ കൂടുതൽ എടുക്കരുതെന്നാണ് വിചാരിക്കുന്നത്. 200 കുട്ടികളുടെ അപ്പുറം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് കിട്ടാതെ വരും, കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് ആക്സസ് കിട്ടാതെ വരും. സർക്കാർ ഹോസ്പിറ്റലിൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാർ ഹോസ്പിറ്റലിൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യും. പണ്ട് സർക്കാർ സ്കൂളുകളിൽ ആരും അധികം മക്കളെ വിടാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലേക്ക് ആൾക്കാർ മക്കളെ വിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം സർക്കാർ സ്കൂളുകൾ പല സ്വകാര്യ സ്കൂളുകളേക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ സർക്കാർ ഹോസ്പിറ്റലുകൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യർ നാച്ചുറലി സർക്കാർ ഹോസ്പിറ്റലിൽ എത്തിച്ചേരും. ഞാൻ സ്ഥാപനം നടത്താൻ തുടങ്ങിയിട്ട് 25 വർഷത്തിലധികം ആയെങ്കിലും പഠിച്ചിട്ടുള്ള കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു 1500 കുട്ടികൾ മൊത്തം വന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ 600-ലധികം ഡോക്ടർമാർ എനിക്കുണ്ട്. ഈ 600 ഡോക്ടർമാർ വീട്ടിൽ നിന്ന് പാസ്സായതിൽ +2-ന് 90% മാർക്കുള്ള 25 ഡോക്ടർമാരുണ്ടാകത്തില്ല, ഇല്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഈ 90% താഴെയുള്ളവർ തന്നെയാണ് അവിടുന്ന് ഡോക്ടർമാരായിട്ടുള്ളത്. മരുന്നുകൾ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു, പക്ഷെ ഡോക്ടർമാർക്ക് മാത്രമാണ് രോഗികളെ സുഖപ്പെടുത്താനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് ഡോക്ടർമാർക്ക് വഴികാട്ടിയായിട്ടുള്ള ഒരാളാണ് നമുക്കൊപ്പം സൈന സൗത്ത് പ്ലസിലുള്ളത്. ഔസേപ്പച്ചൻ, ഈ ഒരു പേര് ആ ഒരു ഭാഗത്തുള്ള എല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിൻ്റെ ഫൗണ്ടറാണ്. സ്വാഗതം സർ. യെസ്. ഞാനീ പറഞ്ഞ പോലെ ഡോക്ടർമാർക്ക് മാത്രമാണ് രോഗികളെ ചികിത്സിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനൊരു മെഡിസിൻ്റെ വഴിയിലൂടെ, അതായത് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ചെന്നെത്തിയ ഒരാളാണ് താങ്കൾ. അപ്പം ഒരു കഠിനമായ ദാരിദ്ര്യത്തിൻ്റെയും കഠിനമായ കഷ്ടപ്പാടിൻ്റെയും കഥയിലൂടെ നടന്നു കയറിയ ഒരാളാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങോട്ട് എത്തിയത് ഒരു നിമിത്തമായിരുന്നോ, എത്തിപ്പെട്ട് പോയതാണോ, അതോ അവിടെ എത്തണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് എത്തിയതാണോ? ഈ മെഡിക്കൽ എൻട്രൻസിൻ്റെ മേഖലയിലേക്ക് വന്നതെന്ന് പറയുന്നത് യാദൃശ്യമായിട്ട് വന്നതാണ്. ഞാനൊരിക്കലും അങ്ങനെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററൊന്നും സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. ഭാഗ്യവശാൽ ആദ്യം വിചാരിച്ച് നിർഭാഗ്യവശാൽ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഭാഗ്യവശാലാണ് അതിനകത്ത് എത്തിച്ചേർന്നതെന്ന്. കാരണം എനിക്ക് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഭാഗ്യവശാൽ എത്തിച്ചേർന്നതാണ്. അപ്പോൾ മെഡിക്കൽ എൻട്രൻസ് തുടങ്ങിയത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്, തുമ്പോളി പള്ളി എന്ന് പറയും. അപ്പോൾ തുമ്പോളി പള്ളിയുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീടിനടുത്തുനിന്ന് കടൽത്തീരം വരെ ഏകദേശം ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. റോഡിൻ്റെ ഇരുവശമായിട്ട് 17 ഡോക്ടർമാരുണ്ട്. റോഡിൻ്റെ, അതായത് ഒരുപക്ഷെ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ഇത്രയും ഡോക്ടർമാരുള്ള ഒരു തെരുവ് കേരളത്തിലുണ്ടാകത്തില്ല. എൻ്റെ ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തു വന്ന ഡോക്ടേഴ്സ് 17 ഡോക്ടർമാർ, അതിൽ 13 MBBSകാരും 3 ആയുർവേദക്കാരും ഒരു ഹോമിയോ ഡോക്ടറും അത്രയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ MBBS ഇട്ടിട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടം ആ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി, അപ്പോൾ തീർന്നോളൂ.
ഞാൻ പഠിപ്പിച്ച പിള്ളേർ എൻ്റെ ചുറ്റും ഡോക്ടർമാരുണ്ടെന്ന്. ഇതുപോലെ ഒന്നല്ല, പല ഗ്രാമങ്ങൾ അവിടെ സാറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതെ അതെ. ഞാൻ ഈ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ ആയിട്ട് ഒരു 200-250 ഡോക്ടർമാരുണ്ടാകും എൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങി. അത് വളരെ സാധാരണക്കാരായ പിള്ളേരാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ വന്നിട്ട് അതിനു മുമ്പ് പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറാകണമെന്നുള്ളത് ഒരു ഭാവനയിൽ പോലും കണ്ടിട്ടില്ലാത്ത കുട്ടികളായിരിക്കും യാദൃശ്യമായിട്ട് വന്നു കയറുന്നത്. അതിനുശേഷം അവർ ഡോക്ടറായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള പല ഗ്രാമങ്ങളിലെയും കുട്ടികൾ ധാരാളം പേര് ഈ MBBS എടുത്തിട്ട് ഒരു പ്രദേശം മുഴുവൻ ഡോക്ടേഴ്സ്, അതായത് പണ്ട് പലതും മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളായിരുന്നു. ഇന്നിപ്പം ഞാനായിട്ട് പറയുന്നത് അത് ഡോക്ടേഴ്സ് ഗ്രാമം എന്നാണ്. കാരണം ഒരു ഗ്രാമത്തിൽ തന്നെ 10-20 ഡോക്ടർമാരുള്ളതാണ് ഡോക്ടേഴ്സ് ഗ്രാമം എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഈ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നതിന് മുന്നേ, ഈ ഒത്തിരി എൻട്രൻസ് സ്ഥാപനങ്ങളിലും അവർ തന്നെ ഒരു എൻട്രൻസ് ഒക്കെ നടത്തി മാർക്കൊക്കെ നോക്കിയിട്ടാണ് പിള്ളേരെ എടുക്കുക. അതായത് ഇത്ര പെർസെൻറ്റേജ് ഉള്ളവരാണ് ഞങ്ങളുടെ സ്റ്റുഡൻസ് ആവേണ്ട കാര്യമുള്ളൂ, അല്ലാത്തവർ വരണ്ട. കാരണം ഇവർക്ക് അതിനുള്ള കാലിബർ ഉള്ളൂ എന്ന് ആ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകാർ തീരുമാനിക്കാറുണ്ട്. അപ്പം ക്രൈസ്റ്റിൽ പക്ഷെ അങ്ങനെയല്ല. അങ്ങോട്ടുള്ള വരവ് സുതാര്യമാണ്. ബാക്കിയുള്ളവർ പുറത്തുനിന്ന് നോക്കുന്ന പോലെ അല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു അധ്യാപകൻ്റെ ജോലി എന്ന് പറയുന്നത് കഴിവ് കുറഞ്ഞ ഒരാളെയും ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ ജോലി. മറ്റേതെന്ന് പറഞ്ഞാൽ അതിന് അത്ര വലിയൊരു സാഹചര്യത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇന്ന് കേരളത്തിൽ പലയിടത്തും കാണുന്നതെന്ന് പറയുന്നത് പല സ്ഥാപനങ്ങൾ ഇപ്പോഴത്തെ ഈ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന പല സ്ഥാപനങ്ങളും കാണുന്നതെന്ന് അവരുടെ വലിയ പരസ്യം, അതായത് ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 1000 റാങ്കിനുള്ളിൽ ഞങ്ങൾക്ക് റാങ്കുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അത് സത്യവുമാണ്, അവർക്ക് റാങ്ക് ഉണ്ടായിട്ട് തന്നെ ആ റാങ്കുകൾ അവകാശപ്പെടുന്നതിൻ്റെ അടിയിൽ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ അവർ അത് അച്ചടിക്കുമ്പോൾ അതിനടിയിലൊരു സ്കോളർഷിപ്പ് എന്നും പറഞ്ഞിട്ടൊരു കോളം അവർ കൊടുത്തിട്ടുണ്ടാവും. ഈ സ്കോളർഷിപ്പ് അവർ വാഗ്ദാനം ചെയ്യുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ ഡെഫിനറ്റായിട്ട് അടുത്ത എക്സാമിന് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ള കുട്ടികളെ അവർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഭക്ഷണം വരെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാമെന്ന് പറയും. അതായത് മറ്റു സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് ഒരുവിധം നല്ല മാർക്കും മേടിച്ചിട്ട് വിജയിച്ച് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് റാങ്കോ അല്ലെങ്കിൽ ആദ്യത്തെ 100-നുള്ള റാങ്കോ 500-നുള്ള റാങ്കോ ഒക്കെ അവർക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം അവരുടെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലോ വാർത്ത വരാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ അങ്ങനെയല്ല കുട്ടികൾ എടുക്കുന്നത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനും പറ്റില്ല. നമുക്കൊരു മീഡിയോക്കർ ലെവലിലുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത്, പലപ്പോഴും ആ ലെവലിൽ പോലും ആകണമെന്നില്ല, കുറച്ചുകൂടി നിലവാരം കുറവുള്ള കുട്ടികളാണെങ്കിലും അവരെ വളർത്തിയെടുത്ത് അവരെ അല്പാൽപമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഡോക്ടറാക്കി എടുക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മളോടുള്ള സ്നേഹവും ബന്ധവുമൊക്കെ വളരെ കൂടുതലായിരിക്കും. കാരണം അവർ നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് താതാത്മ്യപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. കുട്ടികളുടെ പലപ്പോഴും അവരുടെ ഹാർട്ടിൻ്റെ മിടിപ്പ് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അത്രമേൽ നമ്മളുമായിട്ട് താതാത്മ്യപ്പെട്ട കുട്ടികൾ അവിടെ പഠിക്കാറുണ്ട്. ഈ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി, അതാണ് ഞാൻ ക്രൈസ്റ്റ് കോളേജിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യം. അതായത് 50,000 പിള്ളേരെ എടുത്തിട്ട് അതിൽ നിന്ന് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1000-നുള്ളിൽ ഇത്ര റാങ്ക് വരെ കൊണ്ടുവരികയല്ല. സാർ പഠിപ്പിച്ച നമ്പറുകളിൽ ഡോക്ടേഴ്സ് ആയവരുടെ ശതമാനം വളരെ മുകളിലാണ്. വളരെ മുകളിലാണ്. കാരണം ഇത്രയും കാലത്തിനുള്ളിൽ എൻ്റെ സ്ഥാപനത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ ഒരു 20-25 കുട്ടികളൊക്കെയാണ് പഠിച്ചിരുന്നത്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ടാണ് ഒരു 100-ലധികം കുട്ടികൾ ഒരുമിച്ച് വന്ന് പഠിക്കുന്നത്. ഞാൻ സ്ഥാപനം നടത്താൻ തുടങ്ങിയിട്ട് 25 വർഷത്തിലധികം ആയെങ്കിലും പഠിച്ചിട്ടുള്ള കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു 1500 കുട്ടികൾ മൊത്തം വന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ 600-ലധികം ഡോക്ടർമാർ എനിക്കുണ്ട്. 600-ലധികം ഡോക്ടർമാർ അവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ മാർഗ്ഗങ്ങളിലൂടെ, ഇവരാരും ഫസ്റ്റ് റാങ്ക് ഒന്നും മേടിച്ചവരല്ല, 100-ൽ താഴെയുള്ള റാങ്കും മേടിച്ചിട്ടില്ല. പക്ഷേ അവർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിക്കാൻ തക്ക വിധത്തിലുള്ള മാർക്ക് ഉണ്ടായിരുന്നവരാണ്. അവരും ആകുകയും നല്ല മിടുക്കന്മാരായിട്ടുള്ള ഡോക്ടർമാരായി തീരുകയും ചെയ്തു. അവർ പഠിച്ച കോളേജുകളിലേക്ക്, പല മെഡിക്കൽ കോളേജിൽ അവർ വളരെ നോട്ടബിളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടും പഠനത്തിൻ്റെ അക്കാഡമിക്കലായിട്ടും അല്ലാത്ത കാര്യങ്ങളിലും പല മെഡിക്കൽ കോളേജിലെയും ജനറൽ സെക്രട്ടറിമാർ, ചെയർമാൻമാരൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ്. മിക്കവാറും മെഡിക്കൽ കോളേജിലിരിക്കുന്ന പല മെഡിക്കൽ കോളേജിലെയും ചെയർമാൻമാരും അവിടുത്തെ സെക്രട്ടറിമാർ, അതുപോലെ ആർട്സ് ക്ലബ് സെക്രട്ടറിമാർ, അവരൊക്കെ നമ്മുടെ സ്റ്റുഡൻസാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇൻ്റർമെഡിക്കോസൊക്കെ നടത്തുന്ന സമയത്തൊക്കെ ഇവർ തന്നെ വീട്ടിൽ വന്നിട്ട്, ഈ പല മെഡിക്കൽ കോളേജിലെ സെക്രട്ടറിമാരൊക്കെ വീട്ടിൽ വന്നിട്ട് കൂടിയാലോചനയൊക്കെ നടത്തിയതിന് ശേഷം പോയിട്ട് ഇൻ്റർമെഡിക്കോസ് നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
പ്രഷർ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര പാടുള്ളൊരു ഫീൽഡും കൂടിയാണ്. അപ്പം ഇപ്പോൾ ഒരുപാട് PG പിന്നെ ഒരു പരിധി വരെയൊക്കെ ടെൻഷൻ അവർക്കും ഉണ്ടാവും. ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളെല്ലാവരും കംപ്ലീറ്റ്ലി ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കള്ളമാകും. ഒരു പരിധി വരെയൊക്കെ ടെൻഷൻ ഉണ്ടാകും. ഈ ടെൻഷൻസ് അവർ ഒരുപക്ഷെ എന്നോട് വന്ന് ഷെയർ ചെയ്ത് കുറച്ച് തീരും, ഇവർ പരസ്പരം ഷെയർ ചെയ്ത് തീരും, ഇവർ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ച് പോകും. ഏതായാലും ശരി, മറ്റ് സ്ഥാപനങ്ങളിൽ അനുഭവിക്കുന്ന പ്രഷറും ടെൻഷനും ഒന്നും എൻ്റെ പിള്ളേർ അനുഭവിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ വലിയ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ 1000 കോടിയുടെ 1500 കോടിയുടെയൊക്കെ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. കോട്ടയിൽ കഴിഞ്ഞ 2023 28 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. മെഡിക്കൽ എൻട്രൻസ് 28 കുട്ടികൾ. കഴിഞ്ഞ വർഷം, ഈ വർഷം 2025 ഇതുവരെ 14 കുട്ടികൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ അത്രയും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന അത്രയും പ്രഷറുള്ള ഒരു പഠനമാണ്. കാരണം പഠിക്കാൻ കൊള്ളാവുന്ന കുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചാറെടുത്തിട്ട് അവർ അടങ്ങത്തുള്ളൂ. അപ്പോൾ അതുപോലെ പ്രഷർ കൊടുത്ത് അവരെ പഠിപ്പിക്കുമ്പോൾ തന്നെയല്ല, അപ്പോൾ അതിനിടയ്ക്ക് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളും ചെന്ന് കയറും. ഈ മിടുക്കന്മാർ ഏത് തരത്തിലുള്ള പ്രഷറും താങ്ങാൻ വേണ്ടി കാലിബറുള്ള കുട്ടികളും ഉണ്ടാവും. ഡാന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരണ്ടു പോണവന്മാരും ഉണ്ടാവും. ഇവന്മാരെല്ലാവരും കൂടി ഒരേ സ്ഥലത്താണ് ചെന്ന് കയറുന്നത്. കയറുമ്പോഴെന്ത് പറ്റും, എല്ലാവർക്കും കൊടുക്കുന്ന പ്രഷറാണ്, ജനറൽ പ്രഷറാണ് അവർ കൊടുക്കുന്നത്. ഒരേ ടൈപ്പ് ട്രെയിനിങ്ങുമാണ് കൊടുക്കുന്നത്. അപ്പോഴെന്ത് പറ്റും, ഈ വീക്കർ ആയിട്ടുള്ള ആൾക്കാരില്ല, അതിനകത്ത് അവിഞ്ഞു പോകും. അവർ ജീവിതത്തിൽ സകല പ്രത്യാശയും നഷ്ടപ്പെടും. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ഈ വർഷം അഡ്മിഷൻ എടുത്ത ഒരു 5 കുട്ടികൾ കേരളത്തിലെ നല്ല പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളുണ്ട്. 720 മാർക്കിലാണ് പരീക്ഷ നടക്കുന്നത്. 50 മാർക്ക് സ്കോർ ചെയ്യാതെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന കുട്ടികളുണ്ട്. 50 മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല. ഇവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ അല്ല, അവർ ആ സ്ഥാപനങ്ങളിൽ ചെന്ന് മറ്റു കുട്ടികളുടെ പെർഫോമൻസ് കണ്ട് ഭയന്ന് പോയിട്ട് അവർ തളർന്ന് പുസ്തകം എടുക്കാതെ എവിടെയോ എങ്ങനെയൊക്കെയോ ആ സ്ഥാപനത്തിനകത്ത് സ്പെൻഡ് ചെയ്ത് അവസ്ഥയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു 5-6 കുട്ടികൾ വന്നിട്ടുണ്ട്. മറ്റ് പ്രമുഖ സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികളാണ്. ഇതുപോലെ രാജസ്ഥാനിലെ കോട്ടയിലോ അതേപോലുള്ള വലിയ സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവിടുത്തെ റിസൾട്ട് കാണുമ്പോൾ പാവപ്പെട്ട മാതാപിതാക്കൾ വിചാരിക്കും എൻ്റെ കുഞ്ഞും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ റാങ്കുമായിട്ട് 1ാം റാങ്കുമായിട്ട് വരുമെന്ന് വിചാരിച്ചായിരിക്കും പാരൻസ് കുട്ടികളെ കാരണം 1 ലാഖാണ് ഒരു സ്ഥാപനത്തിലെ ഇൻടേക്ക് കപ്പാസിറ്റി. 1 ലാഖാണ്. 1 ലക്ഷം കുട്ടികൾ. ആകെ 1.25 ലക്ഷം സീറ്റ് ഇല്ല ഒരു വർഷം. 1 ലക്ഷം കുട്ടികൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നു. ഇന്ത്യയിൽ ഒരു സ്ഥാപനത്തിൽ 1 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട്. അപ്പോൾ അത്രയും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഈ മീഡിയം ലെവൽ കുട്ടികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വാസ്തവത്തിൽ ഒന്ന് ഫൈറ്റ് ചെയ്ത് ഈ പ്രഷർ അനുഭവിച്ചതിന് ശേഷം ചിലപ്പോൾ ഉപേക്ഷിക്കും, ചിലപ്പോൾ വീണ്ടും പൊരുതിയതിന് ശേഷം എവിടെയെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് വിട്ടിട്ട് പോകും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് പിന്നെ നമ്മളുടെ സ്ഥാപനത്തിൽ എടുത്തു പറയാവുന്നതെന്നുള്ളത് ഒരു 100 കുട്ടികളാണുള്ളതെങ്കിൽ ഈ 100 പിള്ളേർ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് അവരുടെ കൺമുന്നിൽ കാണാം. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് നേരിട്ട് കാണാനും അറിയാനുമുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു 200 സ്റ്റുഡൻസിൽ കൂടുതൽ എടുക്കരുതെന്നാണ് വിചാരിക്കുന്നത്. 200 കുട്ടികളുടെ അപ്പുറം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് കിട്ടാതെ വരും. കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് ആക്സസ് കിട്ടാതെ വരും. അങ്ങനെ അവരുമായിട്ട് നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഈ പറഞ്ഞ രീതിയിൽ മൗൾഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിലൊരു വളരെ ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം അവന് എനിക്കൊരു 80s മാർക്ക് കിട്ടുമ്പോൾ അവന് ഇപ്പോഴും ഒരു 40s കിട്ടിയിട്ടുള്ളൂ. 10th ഒരു ഫസ്റ്റ് ക്ലാസ് കഷ്ടിച്ച് എത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ +2 കഴിഞ്ഞ് ആ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നപ്പം പുള്ളിക്ക് എൻജിനീയറിങ്ങിന് വളരെ ഉയർന്നൊരു റാങ്ക് കിട്ടി. ശേഷം എൻജിനീയറിങ്ങിന് നന്നായിട്ട് പഠിച്ച ആൾ പോയി. അപ്പോൾ ഞാൻ പിന്നീട് അറിഞ്ഞത് ഈ 10th കഴിഞ്ഞ സമയം തൊട്ട് അവൻ്റെ ട്രെയിനിങ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുവരെ സ്കൂളിൽ പോയിട്ട് അപ്പനും അമ്മയും തള്ളിയ പോലെയല്ല, വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ട്രെയിനിങ്ങിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ട്. അവൻ്റെ രീതികൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ ഈ പറയുന്ന സ്ഥാപനത്തിലേക്ക് വരുന്ന പിള്ളേർ, സാർ ഒരു ചെറിയ നമ്പേഴ്സാണല്ലോ എന്തായാലും എടുക്കുകയുള്ളൂ, ആ പിള്ളേരുടെ അതുവരെ പഠിക്കുന്ന രീതികൾ ഈ സ്ഥാപനം മാറ്റിയെടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അവർ സ്കൂളിൽ പഠിക്കുന്ന രീതിയിലല്ല അവിടെ പഠിക്കുന്നത്. ഒന്നാമത്തിൽ ഇപ്പം നമ്മളുടെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഫോൺ നമ്മൾ വാങ്ങി നമ്മൾ വെക്കും. ആ ഫോൺ മേടിച്ച് നമ്മൾ വെച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അവരുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കത്തുള്ളൂ. ഈ കാലത്തും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോൺ നമ്മുടെ കയ്യിലായിരിക്കും. പേരൻസ് വിളിക്കുന്ന ആഴ്ചയിൽ ഒരിക്കലേ വിളിക്കത്തുള്ളൂ.
ഓ, അപ്പോൾ ഒരു തപസ്സാണ്. വിത്ത് ഫോൺ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ. സെൽഫ് ഡിസിപ്ലിൻ, ഗംഭീരമായിട്ട് സെൽഫ് ഡിസിപ്ലിനുള്ള പിള്ളേർക്ക് മാത്രമേ വിത്ത് ഫോൺ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. സെൽഫ് ഡിസിപ്ലിൻ കുറവായതുകൊണ്ടായിരിക്കുമല്ലോ മിക്കവാറും കോച്ചിങ് സെൻറ്റേഴ്സിന് ഇന്നത്തെ കാലത്ത് കുട്ടികൾ സമീപിക്കുന്നത്. അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. ഓൺലൈൻ കോച്ചിങ് ഉണ്ടെങ്കിൽ അത് വീട്ടിലിരുന്ന ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്നുണ്ട്. കോച്ചിങ് സെൻറ്റേഴ്സിൽ പോകുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഡിസിപ്ലിൻ ചെയ്യൂ എന്നുകൂടിയാണ് അവർ പരോക്ഷമായിട്ട് പറയുന്നത്. പറയുന്നത്. അപ്പം നമ്മൾ അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി ഡിസിപ്ലിൻ? ഫോൺ മാറ്റി വെക്കും. പിള്ളേർ ആദ്യത്തെ ആഴ്ച ഇറങ്ങി ഓടുന്നവരുണ്ടോ? നേരത്തെ തന്നെ ഇത് പറയുന്നതുകൊണ്ട് അവർക്ക് ആലോചിക്കാൻ നേരമുണ്ട്. തനിക്ക് ഫോണില്ലാതെ ജീവിക്കാനുള്ള ത്രാണിയുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് ആ ത്രാണിയുള്ളവരെ ചേരത്തുള്ളൂ. ഇന്ത്യയിലെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മിടുക്കന്മാരായ ഡോക്ടർമാർ സർക്കാർ ആശുപത്രികളിലുണ്ട്. ഫെസിലിറ്റീസ് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ ആവശ്യം വരുമ്പോൾ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയാണ് ഒത്തിരി ആശ്രയിക്കുന്നത്. അപ്പം ഈ ഒരു മേഖല വളരെ അടുത്ത് കാണുന്നത് കൊണ്ട്, ഒരുപാട് ഡോക്ടർമാരെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും നമ്മുടെ ഒരു മനോഭാവം, ആളുകളുടെ ഒരു മനോഭാവം മാറേണ്ട സമയമായില്ലേ? സർക്കാർ ഹോസ്പിറ്റലിൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാർ ഹോസ്പിറ്റലിൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യും. അതങ്ങനെയാണ്. ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലേക്ക് മക്കളെ അയക്കാനായിട്ട് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ പണ്ട് സർക്കാർ സ്കൂളുകളിൽ ആരും അധികം മക്കളെ വിടാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലേക്ക് ആൾക്കാർ മക്കളെ വിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം സർക്കാർ സ്കൂളുകൾ പല സ്വകാര്യ സ്കൂളുകളേക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ സർക്കാർ ഹോസ്പിറ്റലുകൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യർ നാച്ചുറലി സർക്കാർ ഹോസ്പിറ്റലിൽ എത്തിച്ചേരും. പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജനങ്ങളും ഒരുപാട് നന്നാകേണ്ടതുണ്ട്, ഡോക്ടർമാരും നന്നാകേണ്ടതുണ്ട്. ജനങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യം കൂടുകയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ബോധ്യം കുറയുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ അവകാശത്തെക്കുറിച്ച് ബോധ്യം വന്നു കഴിഞ്ഞാൽ ജനം വളരെ മോശമായിട്ട് ഡോക്ടർമാരോടല്ല എല്ലാ സിസ്റ്റത്തോടും മോശമായിട്ടായിരിക്കും ആൾക്കാർ പെരുമാറുന്നത്. അതുകൊണ്ട് സർക്കാർ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഡോക്ടർമാർ വളരെ കെയർഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. പല ഡോക്ടർമാർക്കും സമാധാനത്തോടെ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് പറ്റാത്ത സാഹചര്യമുണ്ട്. നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാർ കയ്യേറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ധാരാളം നമ്മൾ അത്തരത്തിലുള്ള ഇൻസിഡൻസ് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. അതപ്പോൾ ജനങ്ങളുടെ കയ്യിലുമുണ്ട് പ്രശ്നം, ഡോക്ടർമാരുടെ കയ്യിലുമുണ്ട്. ഡോക്ടർമാർ കുറേ കൂടി കമ്പാഷനേറ്റായിട്ട് പെരുമാറേണ്ടതാണ്. ജനങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജനങ്ങളും പെരുമാറാനായിട്ട്. അത് സിസ്റ്റം നന്നായി കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യത്യസ്തമാവും. ഈ പറഞ്ഞ പോലെ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് ഓവർബോധം, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒരു ബോധമില്ല, നമ്മൾ ചെയ്യുന്നില്ല. അത് പറയുമ്പോൾ വളരെ നമ്മൾ അംഗീകരിച്ച് തരേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർമാർ പലരും അതിനുശേഷം പറഞ്ഞു കേട്ടിട്ടുണ്ട്, പേടിയാണ്, രക്ഷപ്പെട്ടു പോയാൽ മതി ആ സ്ഥലത്തെന്ന് വിചാരിക്കാറുണ്ടെന്നൊക്കെ. അങ്ങനെയാണ്, അതാണ് അവസ്ഥ. കാരണം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഓരോ മനുഷ്യരും ഒന്നാമത്തേൽ വരുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആയിരിക്കും ചിലപ്പോൾ അവിടെ രോഗികളായിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇമോഷണൽ പ്രശ്നങ്ങളും വളരെയധികം ഉണ്ടാകും. വൈകാരികമായിട്ട് അവർ അസ്വസ്ഥരായിരിക്കും. അതിനോടൊപ്പം തന്നെ അവരുടെ കൂടെ വരുന്ന രോഗിയുടെ ബന്ധുക്കളുടെ കൂടെ വരുന്ന ആൾക്കാരും ഉണ്ടാവും. ഇവരെല്ലാവരും തങ്ങളുടെ സ്നേഹം കാണിക്കുന്നത് ചിലപ്പോൾ ഡോക്ടറെ കയ്യേറ്റം ചെയ്തുകൊണ്ടായിരിക്കും തങ്ങളുടെ സ്നേഹം കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ധൈര്യക്കുറവുണ്ടാവും. എൻ്റെ ഒരു കൂട്ടുകാരനെ, എൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുകയാണ്. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ റൂംമേറ്റായിട്ട് പഠിച്ചിരുന്ന ഒരു ഡോക്ടറുണ്ട്. അയാളിപ്പോൾ കാരിത്താസിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു 10 ബെഡുള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ തുടങ്ങി. അപ്പോൾ ആ ഹോസ്പിറ്റൽ തുടങ്ങി അവർ വളരെ മനോഹരമായിട്ട് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊള്ളലേറ്റ ഒരു സ്ത്രീയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു. പൊള്ളലേറ്റ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവർ ഡോക്ടർ പ്രഥമ ശുശ്രൂഷയൊക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് അന്നത്തെ കാലത്ത് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുള്ള അയാളുടെ അച്ഛൻ ഒരു മാരുതി 800 കാർ എടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ കാറാണ്, പഴയ കാലത്തല്ല. അപ്പോൾ അത് വലിയ പ്രാധാന്യത്തോടെ അന്നത്തെ വലിയ കാറാണ്. അപ്പോൾ ആ മാരുതി 800 കാറ് എടുത്ത് കൊണ്ടുവന്നു. അവർക്ക് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പേഷ്യൻ്റ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അയാൾ പറഞ്ഞ്, പത്തനംതിട്ടയിലാണ് അവരുടെ ഹോസ്പിറ്റൽ, അവർ പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇയാളുടെ പുതിയ കാറിൽ ഈ രോഗിയെ കയറ്റി ഈ ഡോക്ടർ തന്നെ ഡ്രൈവ് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോയി. പോകുന്ന വഴിക്ക് പേഷ്യൻ്റ് മരിച്ചു പോയ ഉടനെ അവിടെ വണ്ടിയിലുണ്ടായിരുന്നവരെല്ലാവരും കൂടി ആദ്യം കാറാണ് തല്ലിപ്പൊളിച്ചത്. ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മെഡിസിൻ കൊടുത്തതിൽ പറ്റിയ അബദ്ധം കാരണമാണ് അത് സംഭവിച്ചതെന്ന് കാറ് തല്ലിപ്പൊളിച്ചു.
അവർ നേരെ തിരിച്ചു വന്ന് ഹോസ്പിറ്റൽ അടിച്ചു പൊളിച്ചു. അവരങ്ങ് തകർത്ത് കളഞ്ഞു. അവർ ആ ഹോസ്പിറ്റൽ പിന്നെ അടപ്പിച്ച് കളഞ്ഞവർ. പിന്നെ കേസ് കൊടുത്ത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചെങ്കിലും കാരണം ആ സമയത്ത് അവരുടെ റെപ്യൂട്ടേഷൻ എല്ലാം അങ്ങ് നശിച്ചു പോയി. അപ്പോൾ ഈ രീതിയിലാണ് പലപ്പോഴും ഈ കഥ അറിയാൻ പാടില്ലാതെ ആൾക്കാരുടെ അറ്റാക്ക്, ഡോക്ടർമാരുടെ നേരെയുള്ള അറ്റാക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ വന്ന് കലാശിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ അതിന് ഒട്ടും പഞ്ഞവുമില്ല, പഞ്ഞമില്ലാത്ത അത്രയും സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് വളരെ സ്വതന്ത്രമായിട്ട് രോഗികളോട് ഇടപെടുന്നത് സൂക്ഷിച്ച് ഇടപെടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും സൂക്ഷിച്ച് അവർ ചെയ്യത്തുള്ളൂ.